കംപ്ലീറ്റ് ആൾക്കാരും LDF അടിക്കണം. കാരണം ഇയാളെ ഒരു വിടാൻ പാടില്ല ഈ നാട്ടിൽ നിന്ന്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ സഖാവിന ശരിക്കും പറയുന്ന കേരളത്തിൽ നിന്ന് വിടാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാവുന്ന മാക്സിമം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ലാസ്റ്റ് സമയത്ത് ഒരു വടക്കൻ ഒരു കാക്കാനെ കൂട്ടുപിടിച്ചിട്ട് എന്നെ പോലത്തെ ഒരു കാക്കാനെ കൂട്ടുപിടിച്ചിട്ട് അദ്ദേഹം പോയിട്ട് വിദേശത്ത് പോയിട്ട് ലാസ്റ്റ് പോയിട്ട് മരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിർത്തുണ്ടായ മുതൽ കേരളത്തിൽ നിർത്തുണ്ടായ ഏത് മുതലാണെങ്കിലും ആ സാധനം ഇവിടെ കൊണ്ട് വെക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ യൂത്ത് തീരുമാനിച്ചേക്കണം എന്താണെന്ന് അറിയോ? നമുക്ക് ബോംബെയിലെ ദാവൂദിനെ ഇറക്കിയാലോ? അതെന്തിനാണ്? ഇവനെ കൊല്ലാൻ. ഞങ്ങൾ ഈ വരുന്ന ഇലക്ഷന് കംപ്ലീറ്റും അരിവാൾ ചുറ്റിയൊക്കെ അടിച്ച് ഇയാളെ തന്നെ ഞങ്ങൾ കയറ്റിട്ട് ഇദ്ദേഹത്തിന് തന്നെ കയറ്റി മുഖ്യമന്ത്രിയാക്കി ഇരുത്തി ഇദ്ദേഹത്തിന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചിട്ട് ഞങ്ങൾ ഇദ്ദേഹത്തിനെ വിടുള്ളൂ. അവിടുത്തെ ചപ്പാത്തിയും അവിടുത്തെ മട്ടൻ കറിയും പിന്നെ അവിടുത്തെ മീനും ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ മോളെ മരുമോനെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവരെ കൊണ്ട് ഞങ്ങൾ കഴിപ്പിച്ചിട്ട് വിടുള്ളൂ. പിണറായി വിജയൻ മാറണം. മുഖ്യമന്ത്രിയുടെ ഭരണം ആഗ്രഹമായിട്ടൊന്നുമില്ല. ആര് വന്നാലും നന്നായിട്ട് ഭരിച്ചാൽ മതി. ഈ ഭരണം ഉണ്ടാകരുത്. പിണറായി വിജയൻ ആവണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ സാധാരണക്കാരുടെ നാട്ടിലിറങ്ങി പർച്ചേസ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അതിഭയങ്കരമായ വിലക്കയറ്റം. ഇവര് ഗ്യാരണ്ടി തന്നെ എന്താ വിലക്കയറ്റം നിയന്ത്രിക്കുന്ന പറയും. അവര് തന്നെ കൂട്ടി വെച്ചിരിക്കുകയാണെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ മാർക്കറ്റിന്റെ അവസ്ഥ. ഗജനാവിന് ഇന്നാണ് ഞാൻ കൈയിട്ട് നോക്കിയപ്പോഴേ കാലി ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ട. നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഒന്ന് ശ്രമിച്ചാൽ മതി. എന്നാ നീ പോയി ശ്രമിക്ക്. ഭരിക്കണ ആരാന്ന് എനിക്കറിയാൻ മതിയോ? ആരാ ഭരിക്കാൻ? പിണറായി. അതായത് ജിലേബി പോലും കിട്ടിയിട്ടില്ല. നീ എന്തൊക്കെ ഉണ്ടായി പറയണ പന്നി? അത് ആരും ജിലേബി ഞാൻ തുടക്കാൻ നല്ല പൈസ ആണെന്ന് പറഞ്ഞാൽ കഴിച്ചത്. ഇതുവരെയുള്ളതില് പിണറായി സർക്കാർ അവര് കുറെ ആൾക്കാരിലേക്ക് കുറെ പൊതുവായ കുറെ കാര്യങ്ങള്, അതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങള്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങള് അവര് എല്ലാ കാര്യങ്ങൾക്കും നല്ല ആയിട്ടാണ് ചെയ്യണത്. പക്ഷെ എന്നാലും കുറച്ചും കൂടി നല്ലത് LDF ആണെന്നാണ് എൻ്റെ ഒരു വെറുതെ കൊതിപ്പിച്ചു. അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. ഈ ഷാഫിപ്പറമ്പിൽ പോലെയുള്ള ഈ ന്യൂജൻ, അതായത് പ്രായം കുറഞ്ഞ ആൾക്കാർ വന്ന് ഇത്തിരി കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ഭരിക്കണമെന്നാണ് പൊതുവെ താല്പര്യം. അല്ല, എപ്പോഴും ചേഞ്ച് ചെയ്തു എന്താ നല്ലത്. നീയാണല്ലോ കോടതി. ഓരോ ഭരണം ചേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ ജനങ്ങളുടെ ഉള്ളിലുള്ള ഒരു സ്നേഹവും ഇതൊക്കെ ഉണ്ടല്ലോ. പാർട്ടി മാത്രമല്ലല്ലോ. അപ്പൊ ചേഞ്ച് ചെയ്ത് പറഞ്ഞതായിരിക്കും നല്ലതെന്നാണ്. തീർച്ചയായിട്ടും പിണറായി വിജയൻ മാറിയിട്ട് അടുത്ത കോൺഗ്രസ് മുഖ്യമന്ത്രി വരണമെന്നാണ് കോൺഗ്രസ്സുകാരനായ എൻ്റെ ഒരു തീരുമാനം. ആരാണെങ്കിൽ അത് പാർട്ടി AICC ഉണ്ട്, ഹൈക്കമാൻഡ് ഉണ്ട്, അവരെല്ലാം കൂടി ആലോചിച്ച് തീരുമാനമെടുക്കും. അതിന് ഭരണത്തിനുള്ള ഇത് കിട്ടിക്കഴിഞ്ഞാൽ, മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ, സീറ്റ് ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെതായ കീഴ്വഴക്കമനുസരിച്ച് AICC ആണ് സാധാരണ തീരുമാനിക്കുന്നത്, ഹൈക്കമാൻഡാണ്. അപ്പൊ കേരളത്തിലുള്ള കേരള നേതാക്കളെ എല്ലാം കൂടി ആലോചിച്ചിട്ട് ഉചിതമായ തീരുമാനം എടുക്കും. അല്ല, ഭരണന്മാർക്ക് അടുത്ത എല്ലാ 10 ഭരിച്ചില്ലേ, മാറ്റങ്ങൾ. ഒരാൾ തന്നെ വീണ്ടും ഭരിക്കുമ്പോ പുതിയ ഇതൊന്നും ഉണ്ടാവില്ല. ഇതിൽ മെച്ചപ്പെട്ട ഞങ്ങൾ വേണമല്ലോ. അപ്പൊ ആൾക്കാർ മാറി തന്നെ ഇതുവരെ മെച്ചപ്പെട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പുതിയ ആൾ വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരും. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ? ഈ നാട്ടിലെ വികസനം, ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്ന വികസനം കണ്ടു കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആവണമെന്നാണോ അതോ വേറെ ആരും ആവണമെന്നാണോ? അല്ല, ഒരിക്കലും അല്ല. രാഷ്ട്രീയ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതാണ് ആവശ്യം. അല്ലാതെ ഒരാൾ തന്നെ ഉത്തരങ്ങൾ ആകേണ്ട ആവശ്യം. ഡെവലപ്പ് വേണമെങ്കിൽ മാറി വരണം. പിണറായി വിജയന്റെ ഇതെല്ലാം കഴിഞ്ഞല്ലോ, ഒപ്പൊട്ട് മുഴുവൻ കഴിഞ്ഞു. പല ഇതുണ്ടായിട്ടും പുള്ളി സംസാരിക്കാതിരിക്കാനല്ലോ. ഫ്രഷായിട്ട് ആരെങ്കിലും പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആവൂല. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്നത്തെ അവരുടെ നോക്ക് ശരിയല്ല. കാരണം അവര് വർഗീയത, മെയിനായിട്ട് വർഗീയത വളർത്തിയത് ഈ കമ്മ്യൂണിസ്റ്റുകാരാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് വർഗീയത ഉണ്ടായില്ല. അപ്പൊ വർഗീയത ഏറ്റവും കൂടുതൽ വളർത്തിയത് ഈ ഗവൺമെന്റ് ഈ രണ്ടാമത്തെ പ്രാവശ്യം വന്നിട്ടുണ്ട്.
വെള്ളാപ്പള്ളിനൊക്കെ പിടിച്ച് മുസ്ലിങ്ങളെ തരം താഴ്ത്തി കാണിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് ബി ജെ പിക്ക് അതിന്റെ ഗുണം കിട്ടുന്നു. അതായിരിക്കും അവരുടെ ഉദ്ദേശം. ഏത് ഈ ഇടതുപക്ഷത്തിന്റെ പണ്ടത്തെ ചിന്താഗതി അല്ല ഇപ്പൊ വർഗീയത പിണറായിക്ക് കൂടിയൊക്കെയാണ്. അപ്പൊ വെള്ളാപ്പള്ളിനെ വെച്ചാണ് കളിക്കുന്നത്. അത് എന്തായാലും അവർക്ക് ദൂഷിക്കും. ആ പാർട്ടി നശിച്ചു. ബംഗാളിലെ സ്ഥിതി ഇവിടെ ഉണ്ട്. UDF വരണമെന്നാണ് ആഗ്രഹം. എന്തെങ്കിലും കാരണമുണ്ട്? അല്ല, ഇപ്പൊ രണ്ടാം പിണറായി ഭരണം വന്നല്ലോ, അതില് ആദ്യത്തെ അത്ര ഇതായിട്ട് തോന്നിയില്ല. ഈ UDF വരണതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു നിലപാട്. എനിക്കാവണമെന്നില്ല. അതെന്തുകൊണ്ട്? എന്തുകൊണ്ടാവണ്ട? അല്ല, ഭരണന്മാർക്ക് അടുക്കളക്കര വരട്ടെ. എല്ലാ 10 കൊല്ലമായിട്ട് വെറുതെ ഭരിച്ചില്ലേ, അടുക്കള വരട്ടെ, മാറ്റങ്ങൾ വരട്ടെ. അത് വേറെ UDF ഉള്ള ആളുകളാവണമെന്നാണ് പിണറായി വിജയൻ തന്നെ. അതിന്റെ പാർട്ടി ഞാന് അയാളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഞാൻ പാർട്ടിയും പറഞ്ഞാൽ തന്നെ എന്റെ വാപ്പ നാട്ടിലുള്ളവരും ഒക്കെ LDFന് എന്തെന്നാലും എന്ത് പ്രശ്നം വന്നാലും നാട്ടിലത്തെ മെമ്പർമാരും അവരെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. നോക്കിയാലും കുറെ പ്രശ്നം വന്നിട്ടുണ്ട്, അപ്പൊ അവരെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഞാൻ അവരോട്. ചേട്ടന്റെ പേരെങ്ങനെ? ഒരു വിജു ചൂളക്കൽ. ചേട്ടൻ എന്താ ചെയ്യും? ഞാൻ കോൺഗ്രസിന്റെ എറണാകുളം സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റാണ്. അപ്പം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് UDFനായിരുന്നു കൂടുതൽ വോട്ട്. അപ്പം ഇപ്പോഴത്തെ നിലവിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പൊ അടുത്ത പ്രാവശ്യവും പിണറായി വിജയൻ തന്നെ ആവണം എന്നാണോ അതോ UDFിലുള്ള ആരും ആവണമെന്നാണോ? അല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനാണല്ലോ, അപ്പൊ ഏതായാലും കോൺഗ്രസ് അധികാരത്തിൽ വരണം തന്നെയാണ് എന്റെ ആഗ്രഹം. അത് അതിന്റെ ഒരു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സെമി ഫൈനലായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ ആവേശമായ ആളുകൾ UDFന് വോട്ട് ചെയ്തു. അതുകൊണ്ടുള്ള ഭൂരിഭാഗം പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും കൊച്ചി നഗരസഭ അടക്കം കോർപ്പറേഷൻ അടക്കം UDF പിടിച്ചത്. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ UDF തിരിച്ചു വരണം എന്നുള്ളൊരു വികാരവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാല 9-10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിനോടുള്ള ഒരു എതിർപ്പ് ഒരു ഘടകം. കാര്യം അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ അവരുടെ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള പ്രശ്നങ്ങൾ, ജനങ്ങളത് വളരെ ഒരു നാട്ടിലെ ജനങ്ങളുടെ ഒരു ആവശ്യത്തിനും അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. അവരിത് കട്ടുമുടിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. അപ്പൊ CPM അല്ലെങ്കിൽ LDFനെ ഈ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ജനങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പഴയകാല ഭരണങ്ങൾ വെച്ച് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വികസനം നടത്തിയിട്ടുള്ളത് UDF ഗവൺമെന്റാണ്. കൊച്ചി എടുത്തു നോക്കിയാൽ തന്നെ കൊച്ചിയിലുള്ള ഒരു വികസനം പോലും LDFന് പറയാനില്ല. ഇന്ന് കൊച്ചിയിൽ നമ്മൾ കാണുന്ന മെട്രോ, എയർപോർട്ട്, മറ്റേ ഗോശ്രീ പദ്ധതികൾ, ഇന്റർനാഷണൽ സ്റ്റേഡിയം അടക്കമുള്ള UDFന്റെ മുഖ്യമന്ത്രിമാരിരുന്ന കാലഘട്ടത്തിൽ നടപ്പിലാക്കിയതാണ്. അപ്പോൾ വികസനം ഉണ്ടാവുകയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വികസന മുന്നേറ്റം നടത്താൻ അത് UDFനെ കൊണ്ടേ സാധിക്കൂ എന്ന് ജനം തീരുമാനിച്ചു കഴിഞ്ഞു. അതിന്റെ ഒരു ആദ്യ സെമി ഫൈനൽ ആണ് ഇന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വെളിവായത്. അത് ഇനി വരാൻ പോകുന്ന നിയമസഭയിൽ അത് തന്നെ ഉണ്ടാവും, ഒരു തർക്കവും വേണ്ട. UDFിലേക്ക് ജനം UDF ആണ് ശരിയെന്ന് ജനം തീരുമാനിച്ചു കഴിഞ്ഞു.